ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഭയങ്കര ടയേർഡായിരുന്നു. ഉറക്ക് വന്നിട്ട് കണ്ണിങ്ങനെ ഇങ്ങനെ അടഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാനോ അതിനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് റിൻതേട്ടൻ്റെ കസിൻ്റെ വീട്ടിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ എൻ്റെ കസിനെ കാണാൻ പോകാനുണ്ട്, വേറെ ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട്. എന്നിട്ടൊക്കെ ഈവനിങ് റപ്പൂൻ്റെ അടുത്ത് പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് പറയാനുണ്ടോ? അത് റിൻതേട്ടൻ്റെ ഏച്ചിയാട്ടോ, സീനേച്ചി. ഞാനും ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ ഫ്രൈ ആക്കുന്നു ഇവിടുന്ന്. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു, അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, കസിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എൻ്റെ ഒരു കസിനെ കാണാൻ പോവുകയാണ്. കസിനെ കണ്ടിട്ട് പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ആദ്യം റപ്പൂൻ്റെ വീട്ടിൽ പോകാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നിപ്പം ഇവിടെ കസിൻ്റെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം കൂടെ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. സാറ്റർഡേ പോവാം എന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നിപ്പം കസിനെയും കണ്ട് വേറൊരു കസിനുണ്ട്, അത് എന്താ പറയുക റപ്പൂൻ്റെ വീട്ടിൻ്റെ ആ ഒരു സൈഡിലാണ്. അപ്പോൾ നാളെ അവിടെ പോകാമെന്ന് വിചാരിച്ചു. നാളെ നമുക്ക് രാവിലെ ഡോൾഫിൻ വാച്ച് കാണാൻ പോകണം. ബീച്ചിൻ്റെ നടുക്കാന്നാണ് പറഞ്ഞത്, കടലിൻ്റെ നടുക്ക് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നാളെ ചെയ്യാനുണ്ട്. ചിത്തെ മസ്കറ്റിൽ റോഡിലേക്ക് കൂടെ പോകുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? സത്യം പറയാനുള്ള എനിക്ക് ഈ റോഡൊന്നും കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഇതിപ്പോ റൂട്ട് മാപ്പ് ഉള്ളത് കൊണ്ട് ഒരു പ്രശ്നമില്ലാതെ, കാരണം 7 വർഷത്തോളം ഇല്ലേ, 7 വർഷത്തിലും ഒരുപാട് മാറിയിരിക്കണം. ഇവര് പറയുന്നു, കസിൻ എന്റെ ഏട്ടനൊക്കെ പറയുന്നു ഇവിടെ ഒന്നും മാറിയിട്ടില്ല. അല്ലെങ്കിൽ എന്തൊക്കെയൊരു മാറ്റങ്ങളുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പോയ സഞ്ചരിച്ച വഴികളൊന്നും കാണുന്നില്ല. സഞ്ചാരപാതകളൊക്കെ സഞ്ചാരപാത ഭയങ്കര മോശമായിരുന്നു എന്നൊന്നും മനസ്സിലാകുന്നത് ഒന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് സ്ട്രൈറ്റ് ഫോർവേഡ് ആയതുകൊണ്ടാണ്. അതെ ഇനി അങ്ങനെ പറയാം. സുഹൈൽ ഭവാൻ ഗ്രൂപ്പ്, സുഹൈൽ ഭവാനിലാണ് എൻ്റെ ഏട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സൗത്ത് ഭവാനിലാണ് രനിത്തേട്ടൻ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ അളിയന്മാരായതുപോലെ തന്നെ ഇവരും അളിയന്മാരാണ്. അളിയന്മാരല്ലേ, ഇവർ ബ്രദേഴ്സ്. പക്ഷേ ഈ വരുന്ന കേട്ടോ അഗി എൻ്റെ കസിൻ, ഞങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വളർന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തൊട്ടടുത്ത വീടുമായിരുന്നു. ഞങ്ങൾ എന്താ പറയുക ഇരട്ടകളെ പോലെ വളർന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടിക്കാല ഓർമ്മകളിൽ അവനില്ലാത്ത ഓർമ്മകൾ എനിക്കും ഇല്ല, എനിക്കില്ലാത്ത ഓർമ്മകൾ അവനും ഇല്ല കേട്ടോ. ഞങ്ങളുടെ എല്ലാ കുരുത്തക്കേടും ഒരുമിച്ചായിരുന്നു. കുരുത്തക്കേട് കളിക്കുന്ന മുഴുവൻ ഒരുമിച്ചായിരുന്നു. പക്ഷെ അടി കിട്ടുന്നത് മാത്രം അവന് മാത്രമായിരുന്നു കേട്ടോ. എനിക്ക് അടി കിട്ടാറുണ്ടായിരുന്നില്ല, പക്ഷെ അവന് നല്ല പൊതിരെ തല്ല് കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടിക്കാല ഓർമ്മകളിൽ എന്താ പറയുക ഏകദേശം സെയിം തന്നെ ആയിരിക്കും രണ്ടുപേർക്കും. അങ്ങനെ ഞങ്ങൾ അവനെ കണ്ട് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ കാർ വാഷിനൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ആദ്യം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുക്കീസ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുക്കീസ് വേണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവൻ ഞാൻ നിങ്ങൾക്ക് കുക്കീസ് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് അവൻ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അടിപൊളിയായിട്ട് കുക്കീസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രദേഴ്സ് രണ്ടുപേരും ബിസിയാട്ടോ, ഫോൺ നോക്കുന്നതിൽ അവർ പെട്ടെന്ന് സിങ്കായി. പിന്നെ ഇതാട്ടോ സീനേച്ചിൻ്റെ ഹസ്ബൻഡ് രാജീവേട്ടൻ, ഇതാണ് ഷിജുവേട്ടൻ, റിൻതേട്ടൻ്റെ കസിനാണ്. ഇത് കവിതേച്ചി ഷിജുവേട്ടൻ്റെ വൈഫാണ്. ഞാൻ പക്ഷേ ഷിജു മാമ എന്നാണ് കേട്ടോ വിളിക്കാറ്. അപ്പോൾ ഷിജുവേട്ടാന്ന് വിളിക്കാറുണ്ട്, രണ്ടും വിളിക്കാറുണ്ട് കേട്ടോ. കവിതേച്ചിന് ഒക്കൊന്നും വിളിക്കും, കവിതേച്ചിന്ന് വിളിക്കും കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റിയൊരു സ്പേസ് ആട്ടോ ഇത്. ഞങ്ങൾക്ക് എന്നല്ല, എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റിയൊരു സ്പേസ് ആട്ടോ. എന്താണ് ഓൾറെഡി അതിൽ ഇതാണ്, പക്ഷെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റിയ സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കവിതേച്ചും ഷിജുവേട്ടനെയും സെലിബ്രിറ്റീസ് അല്ലേ അല്ലേ.
ഇവർ രണ്ടുപേരും ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. നമ്മൾ കിടക്കാൻ 4 മണി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.